പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ വൈശാഖമാസം ഇന്ന് 24-ാം തീയതി. വൈശാഖമാഹാത്മ്യം 24-ാമത്തെ അധ്യായം. വൈശാഖമാഹാത്മ്യ ധ്യാന ശ്ലോകം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കിളിപ്പെണ്ണി ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. കൂടരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിലകൂടും ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവരും ശ്രീ വൈശാഖ മഹാത്മ്യം ചതുർവിംശോധ്യായം. അത ചതുർവിംശോധ്യായഃ. പന്നഗദേഹം ത്യജിച്ച ഭുമാനുടൻ പിന്നെ മുനിയെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചുകൊണ്ടു വാങ്ങിനാശിസ്സും ഉന്നത സ്വർഗം ഗമിച്ചാനതു നേരം. മുക്തിപ്രദമായ മാമുനി ഭാഷിതം ഭക്ത്യാദരിച്ചൊരു പ്രേരണനും ആനന്ദ വാരിധി തന്നിൽ വീണിനാൻ മെല്ലവേ. വാരിജ ബന്ധുവായിരുന്ന ദേവനും സന്ധ്യയും വന്നിച്ചു തത്ര കിരാതനും കാന്താരദേശേ ശയിച്ചു മുനീശനും. സർവകാല ദിവ്യരായുള്ള ജലത്തിൻ കഥകളും വിജ്ഞാനമോരോന്നരുൾ ചെയ്തു വീടന്റെ അജ്ഞാനമായോരിരുട്ടു നീക്കിയിടുവാൻ. ബോധസ്വരൂപനാം ഭാസ്കരനെ കണ്ടു പാദശുദ്ധി ക്രിയ ചെയ്തു സസംഭ്രമം. വൈദിക കർമ്മം വിധിച്ച വണ്ണം ചെയ്തു സാധനം വൈശാഖ സ്നാനവും ചെയ്തവൻ. തർപ്പണാദ്യം സർവകർമ്മം കഴിച്ചവൻ ക്ഷിപ്രം കിരാതനാകും നിജഭക്തനെ. മൂർധിനി വാരി കണങ്ങളാൽ പ്രോക്ഷിച്ചു ശുദ്ധി വരുത്തി മുനികുല സപ്തമൻ. രാമേതി മന്ത്രമുപദേശവും ചെയ്തു സാമോദപൂർവമീ വണ്ണം അരുൾ ചെയ്തു. സർവവേദത്തിലധികം ഹരിയുടെ ദിവ്യമാം നാമമോരോ നിന്നു സൽഫലം. ഇത്തരമുള്ള സഹസ്രനാമങ്ങളിൽ ഉത്തമമായതും രാമനാമം സഖേ. ഈ മന്ത്രം എപ്പോഴും ചൊല്ലി വൈശാഖനാം ധർമ്മമനുഷ്ഠിക്ക നീ മരണാന്തികവും. പിന്നെ വാൽമീകമാകുന്ന മുനിയുടെ നന്ദനായി പിറക്ക വാൽമീകിയായി വ്യാകനോടേവമരുൾ ചെയ്തു ശങ്കരൻ. സാധുജനോത്തമനും നടന്നിരിനാൻ. പിന്നെ നിജ ഗുരു ഭൂതനരുൾ ചെയ്ത ഒന്നൊഴിയാതെ ധർമ്മം തുടങ്ങിയിരിനാൻ. മാർഗേജലം നിഴൽ എന്നിവ നിർമ്മിച്ചു മാർഗചാരന്മാർക്കു സൗഖ്യം വരുത്തിനാൻ. ഉന്നന്തനം ഭരിച്ചിടും വിജയരോടു പിന്നെ സുഹൃതം പഠിച്ചു തുടങ്ങിനാൻ. കാലേ കുളിച്ചു നാമം ജപിച്ചങ്ങനെ കാലം കഴിച്ചു വാൽമീകിയാൽ ഭൂതലെ. വാൽമീകി എന്നു ചൊല്ലാനുള്ള മൂലവും ഭൂമിപാലേശ്വര കേൾക്ക തെളിഞ്ഞു നീ. മുഖ്യനായൊരു മുനീന്ദ്രൻ സരോവരെ പുസ്തകമായ തപസ്സും തുടങ്ങിനാൻ. ഭാഗ്യമായുള്ള കഥകളിൽ മനുഷ്യനും ഭാഗ്യകർമ്മം ഉപേക്ഷിച്ചതു കാരണം. വാൽമീകവും ഒന്നുകൂടി ശരീരത്തെ വാൽമീകി എന്നു പേരെന്നു ലഭിച്ചതും. ഉഗ്രമായിടും തപസ്സു സമർപ്പിച്ചു നിർമ്മതിക്കും മുനി തന്നെ പത്നിയെ. മോദാൽ സ്നാന ശുദ്ധയായ നേരം ചേതസി കണ്ടു മതനാക്കി കൂടിട്ടു. ശുക്ലമവനിയിൽ വീണു ബലാലവൻ നിർഗമനം ചെയ്ത നേരം വിധിവശാൽ. ചോരയാ കിഴിഞ്ഞു വന്ന നദീനെ ഒരു ചാപുത്രം ജനിപ്പിച്ചാളീകനി. വാൽമീകി എന്നവനുണ്ടായി നാമം രാമായണം കഥ നിർമ്മിച്ചു കൊണ്ടവൻ. മാധവമാസേ ഒരു ഭൂമിദേവനും പാതുകാനേന വന്ന ഫലോദയാൽ
താപസ പുങ്കവനായി ഭവിച്ചാനവൻ ഭൂപതേ സർവപാപങ്ങളും വേരറ്റു നിർമ്മല വൈശാഖ ധർമ്മമെല്ലാം ചെയ്തു തന്മാഹാത്മ്യത്തെയും കേട്ടുകൊണ്ടിരുകിൽ ഐഹികമായുള്ള സൗഖ്യം ലഭിച്ചവൻ ദേഹനാശി വിഷ്ണു ലോകവും പ്രാപിക്കും. അധ്യായവും 24 ഇത്തം ധരിക്ക നൃപതി കുലോത്തമ. ഓം തത്സത്. ഇത് ശ്രീ വൈശാഖ മഹാത്മ്യേ ചതുർവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണന്റെ തൃച്ചരണങ്ങളിൽ വൈശാഖ മഹാത്മ്യം സമർപ്പിക്കുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്.